ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഈ ഒരു ചാപ്റ്ററിൽ ടീം 2025 വേണ്ടിയിട്ട് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഉണ്ട്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഡെഫിനിഷനാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്തിനെയാണ്. നമ്മൾ ടോട്ടൽ പാത്ത് ലെങ്ത് അത് സ്കെയിലാറാണ്, പിന്നെ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പം ഞാൻ മൂവ് ചെയ്യാണ്, ഞാൻ നടക്കുകയാണെങ്കിൽ ആ നടക്കുന്ന ഡിസ്റ്റൻസ്, അത് എത്ര ദൂരം നടന്നു എന്നതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുക. അത് നമ്മളെപ്പോഴും പോസിറ്റീവ് ടേംസിലേ പറയുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതായത് ഷോർട്ടസ്റ്റ് പാത്താണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിന്ന്, ഇപ്പം എൻ്റെ വീട് കോഴിക്കോടാണ്, ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂരിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. കോഴിക്കോട് നിന്ന് കണ്ണൂരിലോട്ട് ഡിഫറെൻറ്റ് പാത്ത്സ് ഉണ്ട്. അപ്പോൾ ഏത് പാത്താണ് ദ ഷോർട്ടസ്റ്റ് നോക്കുക, ആ ഷോർട്ടസ്റ്റ് കൂടെ പോകുന്നതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇതാണ് ശരിക്ക് ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഇത് എ, ഇത് ബി. അപ്പം ഞാൻ പോകുന്നത് ഇത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ് ഡിസ്റ്റൻസ്, ഏതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, കാരണം ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഇത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അതൊരു സ്കെയിലാറാണ്. വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ഓക്കെ, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ടൈം ആണ്. ആക്സലറേഷൻ നമ്മൾ dv/dt എന്ന് എഴുതാം. അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, കാരണം വെലോസിറ്റി ഒരു വെക്ടർ ആയതുകൊണ്ട് ആക്സലറേഷൻ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി ടൈപ്സ് ഓഫ് മോഷൻ. യൂണിഫോം മോഷൻ ഉണ്ട്, അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ 0 ആയിരിക്കും. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ അവിടെ വേരിയബിൾ വെലോസിറ്റി ആയിരിക്കും, അവിടുത്തെ ആക്സലറേഷൻ നോട്ട് ഈക്വൽ ടു 0. അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ v-u/t എന്നാണ്. v എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, u എന്ന് പറഞ്ഞാൽ v ഫൈനൽ വെലോസിറ്റിയും u ഇനീഷ്യൽ വെലോസിറ്റി t ടൈമാണ്. ഇപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഫൈനലും ഇനീഷ്യൽ വെലോസിറ്റിയും ഒന്നായിരിക്കില്ല, അപ്പോൾ ഇത് ടേം 0 ആയിരിക്കും. അപ്പോഴാണ് യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ ആകുമ്പോൾ വേരിയബിൾ വെലോസിറ്റി ആകും, അപ്പോൾ ആക്സലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആവും. ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ആക്സലറേഷൻ കൂടിക്കൂടി വരും, അതായത് വെലോസിറ്റി കൂടിക്കൂടി വരും. ഇനി ഡീസലറേറ്റഡ് മോഷൻ ആണെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു വരും, അപ്പോൾ ആക്സലറേഷനും കുറഞ്ഞു വരും. ഓക്കെ, ആക്സലറേഷൻ 0-നെക്കാട്ടിലും കുറവായിരിക്കും. ഇനി ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ആദ്യം ഇക്വേഷൻസ്. v = u+at. v എന്താണെന്ന് അറിയാം, ഫൈനൽ വെലോസിറ്റി. u എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് at. ഏതാണ്, ആക്സലറേഷൻ ഇൻറ്റു ടൈം ആണ്. ഇതിനെ നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയും. ടു ഫൈൻഡ് ഫൈനൽ വെലോസിറ്റി, നമുക്ക് ഈ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അടുത്തത് s = ut + ½ at² ആണ്. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, പിന്നെ ആക്സലറേഷൻ അറിയാം, ടൈം അറിയാമെങ്കിൽ നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻ ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ എ അറിയില്ലെങ്കിൽ നമുക്ക് ജി വെച്ചിട്ടും യൂസ് ചെയ്യാം. അതായത് ഇപ്പം ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുകയാണെങ്കിൽ ജി ആണ് വെക്കുന്നത്. ഓക്കെ, അടുത്ത ഇക്വേഷനാണ് v² = u² + 2as. അതായത് v ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, എ ആക്സലറേഷനും എസ് ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്ന് പറയും. ഇത് ടൈം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ടൈമല്ല, വേറെ എന്തെങ്കിലും. ഇപ്പോൾ യു കണ്ടുപിടിക്കണമെങ്കിൽ ടൈം തന്നിട്ടില്ലാത്തൊരു ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഇനി യൂണിഫോം ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ s = u + v/2 × t എന്ന് ചെയ്യാം. ആവറേജ് വെലോസിറ്റി റിലേഷൻ ആണ്. സോ ഈ 4 ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, വൃത്തിക്ക് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഫ്രീ ഫാൾ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആക്സലറേഷൻ നമുക്ക് ജി ആയിട്ട് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഫ്രീ ഫാൾ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഞാനൊരു പന്ത് താഴോട്ട് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ നമുക്ക് അറിയണമെങ്കിൽ ജി വെച്ചാൽ മതി. ജി എത്രയാണ്, 9.8 m/s² ആണ് താഴോട്ട്. ഇനി റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞൊരു ടേം ഉണ്ട്, VAB. അതായത് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു സാധനത്തിനെ വെച്ചിട്ട് ഇത് പറയാണ്. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ട് എ പറഞ്ഞ വെലോസിറ്റിയിൽ. ഇവിടെ ഒരു ബി പറഞ്ഞ വെലോസിറ്റി, ഇവിടെ ഒരു ബി പറഞ്ഞ വെലോസിറ്റിയിൽ ഒരു സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വെലോസിറ്റി നമുക്ക് ഈ രണ്ട് സാധനത്തിൻ്റെയും, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും വെലോസിറ്റി വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതാണ് സംഭവം. അതായത് VAB എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസോ അങ്ങനെയൊക്കെ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഗ്രാഫിക്കൽ അനാലിസിസ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, XT ഗ്രാഫാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് v = Δx/Δt ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആണ് യൂണിഫോം മോഷൻ ആണെങ്കിൽ. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ കേർവ്ഡ് ലൈൻ ആയിരിക്കും. എക്സാമ്പിൾ പറയാം. ഇതൊരു XT കേർവ് ആണ്.
ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതൊരു യൂണിഫോം മോഷനും കർവ്ഡ് മോഷൻ ആണെങ്കിൽ അതൊരു നോൺ യൂണിഫോം മോഷനും ആയിരിക്കും. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആയിരിക്കും. ഏരിയ അണ്ടർ ഇതിൻ്റെ ഏരിയ അണ്ടർ കർവ് എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഇതൊരിതാണ്, ഇത് ആക്സലറേഷൻ ആണ്. ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഏരിയ അണ്ടർ ഗ്രാഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി തരും. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എ കാർ ആക്സലറേറ്റ്സ് ഫ്രം റെസ്റ്റ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 5 സെക്കൻഡ്സ്. അപ്പോൾ 5 സെക്കൻഡ് ശേഷമുള്ള വെലോസിറ്റി കിട്ടണമെങ്കിൽ v = u + at ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യലി കാർ എടുക്കുക എന്നാണ് പറഞ്ഞത്. ഫ്രം റെസ്റ്റിൽ നിന്ന്, റെസ്റ്റിലായതുകൊണ്ട് u 0 ആയിരിക്കും. അവിടുത്തെ ആക്സലറേഷൻ 2 എന്ന് തന്നു. ആഫ്റ്റർ 5 സെക്കൻഡ്സ് ടൈം 5 ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി 10 കിട്ടും. ഇനി എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഇറ്റ് ഈസ് വെലോസിറ്റി ആഫ്റ്റർ 2 സെക്കൻഡ്സ്. ഒരു ബോൾ ഡ്രോപ്പ് ചെയ്താണെങ്കിൽ ഏകവകം നമുക്ക് g യൂസ് ചെയ്യാം. 9.8 വെക്കാം. ഇനീഷ്യലി അതിനൊരു വെലോസിറ്റി ഉണ്ടാവില്ല, അപ്പോൾ നമുക്കത് 0 കൊടുക്കാം. അപ്പോൾ 9.8 ഇൻറ്റു ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ് ആണ്. 2 കൊടുത്താൽ 19.6 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അടുത്തത്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ഇസ് ഗിവൺ ബൈ എസ് ഇസ് ഈക്വൽ ടു 5t² + 3t + 6 ഇനീഷ്യൽ വെലോസിറ്റി. ഇതിനെ നമ്മൾക്ക് ഇനീഷ്യൽ വെലോസിറ്റി കിട്ടണമെങ്കിൽ കമ്പയർ വിത്ത് എസ് ഇസ് ഈക്വൽ ടു ut + ½ at² ചെയ്താൽ, ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം 3t അല്ലേ ഇക്വേഷൻ വരുന്നത്, അപ്പോൾ u = 3 വരും. ഇനി 2 trains A and B moves at 72 km/h and 54 km/h in opposite direction. Relative velocity with respect to A and B. അപ്പോൾ ഒരാളുടെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ VA - VB ചെയ്താൽ മതി. 72 മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -54 ആണ് വരിക. അപ്പോൾ നമുക്ക് 126 km/h കിട്ടും. ഓക്കെ, ഇനി ക്വിക്ക് പ്രോബ്ലം സോൾവിങ് ടിപ്സ് ആണ് വരാൻ പോകുന്നത്. ആദ്യം സൈൻ കൺവെൻഷൻ ചെയ്യണം. സൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സൈൻ കൺവെൻഷനാണ്. ഇപ്പോൾ ഒരു യുവും ബിയും ഏത് ഡയറക്ഷനാണ് വെച്ചിട്ട് നമ്മൾ സൈൻ കൺവെൻഷൻ ചെയ്യണം. പിന്നെ ഫ്രീ ഫാൾ പ്രോബ്ലം ആണെങ്കിൽ എനെ നമ്മൾ -g ആയിട്ട് യൂസ് ചെയ്യണം. അപ്വേർഡിലോട്ടാണെങ്കിൽ പോസിറ്റീവായിട്ടും എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഫ്രീ ഫാൾ താഴോട്ടാണെങ്കിൽ -gയും മുകളിലോട്ടാണെങ്കിൽ +g ആയിട്ട് എടുക്കണം. ഇനി റിലേറ്റീവ് മോഷൻ സബ്സ്ട്രാക്ട്സ് വെലോസിറ്റീസ് വെക്ടറിലി. ഇപ്പോൾ റിലേറ്റീവ് മോഷൻ ആക്കുമ്പോൾ വെലോസിറ്റിനെ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഓപ്പോസിറ്റ് ഒരു മൈനസ് കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഗ്രാഫ്സ് എക്സ്ട്രാക്ട് സ്ലോപ്പ് ഓർ ഏരിയ ഫോർ ക്വിക്ക് ആൻസേഴ്സ്. പിന്നെ കുറച്ചും കൂടി സെൽഫ് പ്രോബ്ലമാണ്. എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് a = 4 meter per second square. If initial velocity is 2, find displacement. S is equal to ut + ½ at² എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി the VT graph of a car is a straight line with a slope of -5 meter per second. സ്ലോപ്പ് തന്നിട്ടുണ്ട്. If it stops in 4 seconds, find the initial velocity. സ്ലോപ്പ് തന്നാൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt എന്നാണ്. അത് -5 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0 - u/4 = u ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 20 കിട്ടും. ഇനി നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്ന ഒരു സംഭവമാണ് കൺഫ്യൂസിങ് ഡിസ്റ്റൻസ് സ്കെയിലാറും വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും. അതായത് ഡിസ്റ്റൻസ് എപ്പോഴും സ്കെയിലാറാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്, അത് മാറിപ്പോകരുത്. പിന്നെ സൈൻ കൺവെൻഷൻ കറക്റ്റായിട്ട് ചെയ്യണം. ഇഗ്നോറിങ് സൈൻസ് ഓഫ് ആക്സലറേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഡീസലറേഷൻ ആണെങ്കിൽ മൈനസ് ഇടണം, ഫ്രീ ഫാൾ ആണെങ്കിൽ മൈനസും, അപ്വേർഡ് ആണെങ്കിൽ പ്ലസ്സും ഇടണം. പിന്നെ മിസ് ഇൻട്രപ്റ്റിംഗ് സ്ലോപ്സ് ഇൻ ഗ്രാഫ്സ്. അതായത് വൃത്തിക്ക് ഇതാക്കണം. എന്നാലേ XT സ്ലോപ്പ് ഈക്വൽ ടു വെലോസിറ്റി നോട്ട് ആക്സലറേഷൻ. അതൊന്നും മാറിപ്പോകരുത്. XT സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, ആക്സലറേഷൻ അല്ല. അങ്ങനത്തെ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ റിവൈസ് മോർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്യുക. ഒരു ദിവസം ഇത്ര ക്വസ്റ്റ്യൻസ്, അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്ററിന് 100 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ചെയ്യുക. എന്നിട്ട് അടുത്ത ചാപ്റ്റർ എടുക്കുക, റിവൈസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ 40 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റിൽ ഫാർമസിക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.